സ്കൂളിൽ മോഷണം. പിഴക നിർമ്മല പബ്ലിക് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ വിനോദയാത്രയ്ക്ക് ഉൾപ്പെടെ സമാഹരിച്ച പണമാണ് മോഷണം പോയത്. സ്കൂളിൽ സാധാരണ തുറക്കുന്ന ചേച്ചിമാർ വന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് ക്ലാസ് റൂമുകളുടെയും ലാബിൻ്റെയും ലൈബ്രറിയുടെയും സ്റ്റാഫ് റൂമിൻ്റെയൊക്കെ ഡോറ് കുത്തി തുറന്നിരിക്കുകയാണ്. ടീച്ചേഴ്സിൻ്റെ ഡ്രോവർ അങ്ങനെയൊക്കെ ഒരു ക്ലാസ് റൂമിൽ നിന്ന് കുറച്ച് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓഫീസിൽ കയറിയിട്ടില്ല എന്നെങ്കിലും ക്ലാസ് റൂമും ലാബും ലൈബ്രറി അതൊക്കെ നമുക്കതുപോലെ പ്രധാനമാണ്. സ്റ്റാഫ് റൂം എന്ന് പറയുമ്പോൾ അതും ഒരു ഓഫീസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കോട്ടയം പിഴകിലാണ് ഒരു സ്കൂളിൽ മോഷണമുണ്ടായത്. പിഴക് നിർമ്മല പബ്ലിക് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ സമാഹരിച്ച പണം ഉൾപ്പെടെ മോഷണം പോയിട്ടുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഒരു ആളെ കാണാൻ കഴിയുന്നുണ്ട് ആ ദൃശ്യത്തിൽ. ഒരു മോഷ്ടാവ് എന്നതാകാം പ്രാഥമിക നിഗമനം. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഒരാളെയാണ് ഈ CCTV ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. പോലീസിന്റെ അന്വേഷണം എങ്ങനെ നടക്കുന്നു? തീർച്ചയായിട്ടും അനുജ, ഒരാൾ ഈ സ്കൂളിനുള്ളിൽ കയറി ആ സ്കൂളിൻ്റെ ഡോറടക്കം തകർത്ത് അതിനുള്ളിൽ കയറി മോഷണം നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നൊരു സംശയം അവർക്കുണ്ട്. എന്തായാലും അത് പരിശോധിച്ച് വരികയാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ മോഷണം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ സ്കൂളിൻ്റെ ഡോറ് അത് ഈ ബസ്സിലൊക്കെ ഉപയോഗിക്കുന്ന ലിവർ ഉപയോഗിച്ച് തകർത്ത് അകത്ത് കയറിയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ വിനോദസഞ്ചാരത്തിന് പോകാൻ വേണ്ടി സമാഹരിച്ച 4500 രൂപ ഇവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ലൈബ്രറിയുടെ താഴും തകർത്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 4 വർഷം മുൻപ് തന്നെ 2 തവണ ഈ സ്കൂളിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അനുജ, ശരി. ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.